നമസ്കാരം, ജനമനസ്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വന്യജീവികളുടെ ആക്രമണത്തിൽ മനുഷ്യർ കൊല്ലപ്പെടുന്നത് കേരളത്തിൽ ഒരു സാമൂഹ്യ പ്രശ്നമായി മാറിയിരിക്കുകയാണ്. ജനവാസ മേഖലയിൽ വിഹരിക്കുന്ന വന്യജീവികൾ കാരണം നിരവധി ജീവനുകളാണ് പൊലിയുന്നത്. പന്നിയുടെയും ആനയുടെയും ആക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെട്ടത് ജില്ലയിലെ അവസാന സംഭവമാണ്. അപകടം വന്നതിനു ശേഷം കുടുംബാംഗങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകുക എന്നല്ലാതെ അധികൃതർ ശാശ്വതമായ പരിഹാരം നേടുന്നില്ലെന്നാണ് ജനങ്ങളുടെ അഭിപ്രായം. ഈ വിഷയത്തെ സംബന്ധിച്ച് നമുക്ക് ജനങ്ങളുടെ അഭിപ്രായം തേടാം. കാട്ടുപന്നി, മുള്ളൻപന്നി എന്നിവ ഭയങ്കര ശല്യമായിട്ടാണ് ഉള്ളത്. ഇവിടെ വാഴ വെച്ചിട്ട് നമുക്ക് അനുഭവം കിട്ടുന്നില്ല. കപ്പ വെച്ചിട്ട് അനുഭവം കിട്ടുന്നില്ല. പച്ചക്കറികൾ ഒന്നും കിട്ടുന്നില്ല. ഈ പല ശല്യം കൊണ്ടും വളരെ വിഷമത്തിലാണ് നമ്മളുള്ളത്. ഇവിടെ കൃഷി ചെയ്യാതെ നമ്മളിവിടെ കാലിയാക്കിയതിൻ്റെ രൂപത്തിലിപ്പം സംഗതിയുണ്ട്. ഇപ്പോൾ അടുത്ത് തന്നെ ഒരാൾ കൊലപ്പെട്ടിട്ടുണ്ട് പന്നി കുത്തിയിട്ട്. അതുപോലെ ഇവിടെ പന്നി ശല്യം ഇവിടെ താവളമാക്കിയിരിക്കുകയാണ്. ഇതിനൊരു പരിഹാരം ആരും ഒന്നും ചെയ്യുന്നില്ല. ആനശല്യം അപ്പുറത്ത് അത് വേറെയുണ്ട്. വന്യമൃഗങ്ങൾ ഭയങ്കര ശല്യമായിട്ടാണ്. ഇത് ഇപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ടുള്ള പന്നി ശല്യമാണ്. സ്ഥിരമായിട്ടെന്ന് പറഞ്ഞാൽ പന്നി കൂട്ടമായിട്ടുണ്ട്. കുട്ടികളും പന്നികളും എല്ലാം. വാഹനയാത്രക്കാർക്ക് രാത്രിയെല്ലാം ഇവിടെ ഭയങ്കര ശല്യമായിട്ടുള്ളത്. റോഡിനും സ്കൂട്ടി കൊണ്ടൊന്നും പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ഇതിനൊരു പരിഹാരമായിട്ട് എന്തെങ്കിലും ഗവൺമെൻറ് ചെയ്തേ പറ്റും. ഇപ്പം സൗകര്യം ഉണ്ടെന്നല്ലോ, തോക്ക് കൊടുത്തിട്ടുണ്ട്, വെടിവെക്കാൻ ഓർഡർ ഉണ്ടെന്നെല്ലാം പറയാൻ നിൽക്കാം. ഇങ്ങോട്ട് വന്നിട്ടൊന്നുമില്ല. അങ്ങനെ ഭയങ്കരമായിട്ടുണ്ട്. പന്നി ശല്യമുണ്ട്. ജീവൻ ആദ്യമായിട്ടാണ്. കൃഷികൾക്ക് ഉണ്ടാവും. കൃഷിക്ക് നാശമുണ്ട്. അതേപോലെ ജീവന ഭീഷണിയായിട്ട് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതിന് പരിഹാരം എന്താ പറഞ്ഞാൽ പിന്നെ ഇല്ലായ്മ ചെയ്യാൻ രക്ഷയുള്ളൂ. ഇല്ലായ്മ ചെയ്യാൻ നിയമങ്ങളുടെ തടസ്സങ്ങളുണ്ട്. ഇതിന് നിയമ തടസ്സമുണ്ട്. ഇപ്പോൾ ജീവനെ കൊന്നുകൂടാ, കൊല്ലാൻ പാടില്ല എന്നുള്ള നിയമം ഉണ്ട്. ആ നിയമത്തിനെ മറികടന്നുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലുള്ളത്. അപ്പോൾ ആ നിയമ നിർമ്മാണം നടത്തിക്കൊണ്ട് ഇത് ശാശ്വത പരിഹാരം ഉണ്ടാക്കുക എന്നുള്ള വേറെ രക്ഷയൊന്നുമില്ല. ഇല്ലായ്മ ചെയ്യുക എന്നുള്ള വേറെ രക്ഷയൊന്നുമില്ല. മനുഷ്യന് ഭീഷണിയാണ്, കൃഷിക്ക് ഭീഷണിയാണ്. ഇവിടെ ഒരുപാട് കൃഷിയിലും പോയിട്ടുണ്ട്. അതിനൊരു ശാശ്വത പരിഹാരം കാണണം എന്നാണ് പറയാനുള്ളത്. ഇതിനെതിരെ കൂടുതൽ ആൾക്കാർ രംഗത്ത് വരുന്നത്. അതിന് എത്രയും പെട്ടെന്ന് തന്നെ ഇനി പരിഹാരം കണ്ടെത്തുക എന്നുള്ളത് അഭ്യർത്ഥിക്കുന്നത്. അങ്ങനെ പ്രശ്നം പോകും. നിയമ തടസ്സമുണ്ട് ഇതിൻ്റെ അകത്ത്. നിയമം കയ്യിലെടുക്കാൻ പാടില്ല എന്നുള്ളുണ്ട്. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇതിനൊക്കെ പെട്ടെന്ന് തന്നെ ഉന്മൂലനം ചെയ്യാൻ പറ്റും. പക്ഷേ ഇങ്ങനെ ഒരു നിയമ സമഹിത ഉള്ളതുകൊണ്ടാണ് ഇന്ന് ചെയ്യാൻ പറ്റാതെ. അതിനെ മറികടന്നുകൊണ്ടുള്ള ഒരു നിയമ നിർമ്മാണം നടത്തിയിട്ട് പരിഹാരം കാണാമെന്നുള്ളതാണ് അഭിപ്രായം. പന്നികൾ ഒരുപാടുണ്ട്. രാത്രിക്ക് ഇതിലോട്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിക്കളിക്കും. അപ്പോൾ രാത്രി വീട്ടിലേക്ക് പോകുമ്പോൾ അത് ഭീഷണിയാണ്. ബൈക്ക് യാത്രക്കാർ വീടുകളിൽ ഉള്ളോട്ടുള്ള വീടല്ലേ, പോക്കറ്റ് റോഡല്ലേ. ആ പോക്കറ്റ് റോഡിൽ രാത്രി വൈകിട്ട് പോകുമ്പോൾ ഇതിൽ പേടിച്ചുകൊണ്ട് പോകണം. ഇപ്പോൾ കൂടുതൽ ഒരു ഭീകരാവസ്ഥയാണുള്ളത്. നമ്മളെ വീട്ടിൻ്റെ മുറ്റത്തെല്ലാം വരുത്തുണ്ട്. ഏതാ പന്നി ഓരോരോ പൈക്കള വണ്ണമുണ്ട് ഓരോ. കൃഷി തന്നെ. നമ്മളെ വീട്ടിൻ്റെ മുറ്റത്ത് വന്നിട്ട് വാഴയെല്ലാം കുത്തി പറിച്ച്, തൈയെല്ലാം കുത്തി പറിച്ച് എല്ലാം ആയിട്ട്. അല്ലാണ്ട് പകല് തന്നെ ഉണ്ട്. വാഴേൻ്റെ ഉള്ളിലെല്ലാം കുണ്ടിലെല്ലാം കിടന്നിട്ടുണ്ടാവും. നമ്മൾ കാണൂല. ഉണ്ട്. അത്രയും മണ്ണത്തിലുള്ള ഓരോന്നും എന്ത് ചെയ്യാനാ, ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. എന്തായാലും ഒരു പരിഹാരം ഒന്ന് കണ്ടേ പറ്റും. പന്നിനെ കൊണ്ട് ഭയങ്കര ശല്യമാണ്. എന്നുവെച്ചാൽ ഇവിടെയുള്ള കൃഷിയെല്ലാം കംപ്ലീറ്റ് നശിച്ചിരിക്കുകയാണ്. എന്നുവെച്ചാൽ നമുക്ക് രാവിലെ പോയിട്ട് ബയലിൽ പോയിട്ട് ഇത് വെള്ളടിക്കാനും ഇതിനൊന്നും സാധിക്കുന്ന സ്ഥിതിയാണ്. എന്നുവെച്ചാൽ പന്നീനെ കൊണ്ട്. എന്നുവെച്ചാൽ പന്നി എല്ലാ സമയം ഇപ്പം പോയാൽ അടക്കം പന്നിയിട്ട് ഒരു 3-4 ചെറിയ. അതുകൊണ്ട് അങ്ങോട്ടേക്ക് പോയിക്കൂടാ. ഞാനിപ്പം ബയലിൽ പോയിട്ട് വെള്ളം അടിച്ചിട്ടെല്ലാം ഇങ്ങനെ വരുന്നതാണ്. അതാണുള്ള സ്ഥിതി. എന്നുവെച്ചാൽ ഇതിനൊരു മാർഗ്ഗം എങ്ങനെയാണ് കണ്ടു കിട്ടണോ, ആ പരിഹാരം കാണണം. ഇതിന് ഒരു പരിഹാരം കാണണം. ഇത് ആൾക്കാർക്കായിരിക്കും ബയലിൽ പോകാനും പേടിച്ചിട്ട് ആരും ബയലിൽ പോകാൻ രാവിലെ ഒന്നും ആയിരിക്കും. ചിലർ രാവിലെ പോയിട്ട് വെള്ളം അടിച്ച് കൃഷിയെല്ലാം ചെയ്തിട്ട് വേറെ ഓരോ പോകുക. അതിന് സാധിക്കാത്ത സ്ഥിതിയാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടായിട്ടുള്ളത്.
ഇവിടെ ഒരു ആ, മരണം ഇവിടെ ഇപ്പോൾ ഒരു മരണവും സംഭവിച്ചിട്ടുണ്ട് ഇതേ പന്നി രാവിലെ വയലിൽ പോയിട്ട് വെള്ളം കൊണ്ടുവരാൻ കഴിയാതെ വിഷമത്തിലായി ഇന്നുള്ളത്. എത്തുവാൻ വരിക അത് നമുക്ക് തീർത്തു പറയാൻ പറ്റില്ല. നമ്മൾ പന്നിനെ കാണുമ്പോൾ അയ്യോട്ട് ഓടുകയല്ലേ പോകുന്നു. ആ ഓ അതൊക്കെ ഇങ്ങക്ക് കാണിച്ചു തരാം. ലേശപ്പുറത്തോളം വന്നാൽ മേഖലയിൽ നല്ല നാശനഷ്ടങ്ങൾ ഓ ഉണ്ട്. നല്ല ഇപ്പോൾ നാശനഷ്ടം പുറത്തും ഇങ്ങനെ ആനയുടെ ശല്യം കാരണം ഒരുപാട് പേര് ആന ആക്രമിച്ചിട്ട് കേൾക്കുന്നുണ്ട്. എല്ലാം കേൾക്കുന്നുണ്ട്. ആ. പക്ഷെ ആനൻ്റെ ഒന്നും വിഷമം ഉണ്ടായിട്ടില്ല ഇതുവരെ. പന്നിയും മറ്റേ ഒരു പന്നിയുണ്ട്. ഈ നടപടി എടുക്കുന്നില്ല എന്ന് അതാണ് ഒച്ചടിക്ക പറയാൻ ചെയ്യാറില്ല. അവർ പിന്നെ ഗവൺമെൻറ് ഇപ്പം വന്നിട്ട് ആനയൊന്നും വെടിയൊന്നും വെച്ചിട്ട് ഒഴിവാക്കില്ലല്ലോ. അതിൽ നമുക്കറിയാം വിഷമമുണ്ട്. നിയമവശം നമുക്കറിയാം. ഇല്ല ആ ഇങ്ങനെയാണെന്നുള്ളത് നിലവാരം. നിങ്ങൾക്കത് വേണ്ടിക്ക കാണിച്ചു തരാം. വാഴ ജനങ്ങൾ നഷ്ടപ്പെടാൻ തുടങ്ങി. നമുക്കെല്ലാം ഒരുപാട് കൃഷിയെല്ലാം നശിച്ചതാണ്. അതെല്ലാം നമ്മൾ സഹിക്കുന്നുണ്ട്. ഇനിയിപ്പം നമ്മളെ കൊള്ളയെടുക്കുമ്പോൾ നമ്മളെങ്ങനെ സഹിക്കും? നമുക്ക് ധൈര്യമായിട്ട് വയലൊന്നും പോകാൻ പറ്റുന്നില്ല ഇപ്പോൾ. ജീവന് ഭീഷണിയല്ല. ആ പിന്നെ നമ്മൾ പറമ്പിലൊന്നും ഇപ്പം പോകുന്നില്ല. എന്നുവെച്ചാൽ എല്ലാം നഷ്ടപ്പെട്ടിട്ടാണല്ലോ. നമുക്കൊരു തേങ്ങ വീണാലോ ഒരക്ക വീണാലോ ഇനിയിപ്പോൾ തോട്ടത്തിൽ അണ്ടിയാകുമ്പോൾ അത് പെറുക്കാൻ പോകുമെന്ന് നമുക്കൊരു ധൈര്യമില്ല. ഇനി എല്ലാം നഷ്ടപ്പെട്ടു പോവുകയുള്ളൂ. ഇനി പിന്നെ ഒരുപാട് പന്നികളുണ്ട്. കുട്ടികളും അച്ഛയുമായിട്ട് എത്രയാ പശുക്കളെ ഇറക്കിയ പോലെ ഉണ്ടാവും. ഒരുപാടുണ്ടാവും. ഭയങ്കര വിഷമമുണ്ട് ഇപ്പോൾ ഇയാൾ മരിച്ചതിൽ. ഇതാദ്യമായിട്ട് ഈ മേഖലയിൽ ആദ്യമായിട്ടാണ് നമ്മളെ നാട്ടിലൊരു വയനാട്ടിലും അങ്ങനെയല്ല നമ്മൾ കേൾക്കലേ ഉള്ളൂ. ഇവിടെ ആദ്യമായിട്ടാണ് ഇത് കേൾക്കുന്നത്. ഇപ്പോൾ ഈ വയലിൽ തന്നെ നമുക്ക് ഇറങ്ങാൻ മടിയാ. ഇവിടെയെല്ലാം ഉണ്ട് പന്നി. പകലെല്ലാം കാണുന്നുണ്ട്. ഒരുപാട് ആളെ കപ്പയെല്ലാം നശിപ്പിച്ച്. എനിക്ക് കഴിഞ്ഞാലും ഒരുപാട് നഷ്ടമുണ്ട്. നമ്മളൊരു പരാതി ഇതിനെപ്പറ്റി പരാതി പഞ്ചായത്തിൽ മറ്റേ വില്ലേജിൽ പോയിട്ട് ഞാൻ പറഞ്ഞിട്ട് അവർ പറഞ്ഞു നിങ്ങൾ ഫോറസ്റ്റിൽ പോയിട്ട് പറയണമെന്ന്. ഫോറസ്റ്റിലാരോട് നമ്മൾ പറയണ്ട. അതിനൊന്നും വഴി ഇനിയെന്തെങ്കിലും ഒരു നടപടി നമുക്ക് വേണം. അല്ലാണ്ട് നമുക്ക് കൃഷിക്കാർക്ക് രക്ഷപ്പെടുകയൊന്നും കഴിയില്ല. കൃഷി നടത്താൻ ഒന്നിനും എന്തും ചെയ്യുന്നേ നമ്മൾ ചെയ്ത് പോയത് അമ്മ പന്നിയുണ്ടോ പിന്നെ എല്ലാം നഷ്ടത്തില്ല. ഒരുപാട് പൈസ നമുക്ക് നഷ്ടമാണ്. നമ്മൾ അധ്വാനം വേറെ പൈസ നഷ്ടം വേറെ എല്ലാം നഷ്ടം വരുന്നു. ജീവനും കൂടി വരും. ജീവനും ഭീഷണിയാണ്. ഇനി ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം നമുക്ക് വേണം. തോക്കാന്നേ തോക്കെടുത്തിട്ട് വരണം. അല്ലാണ്ട് നമുക്ക് രക്ഷപ്പെടാനാവില്ല. പഞ്ചായത്തിൽ നിന്നാൾ വന്നേരം ഞാൻ പറഞ്ഞു ഞാൻ തോക്ക് കൊടുത്തു തരുന്നുണ്ട് എന്ന് ഓഫീസർ. എന്ത് തോക്ക് ഏത് തോക്ക്? നമുക്കൊരു രക്ഷയില്ല. ഇനി ഇവിടുത്തെ കർഷകർക്കൊന്നും രക്ഷപ്പെടാനാവില്ല. ഇങ്ങനെയാണെങ്കിൽ ഇനി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു ഇത് വേണം. അതാ വേണ്ട നമുക്ക്. ഇപ്പോൾ ഈ മേഖലയിൽ എന്ന് പറഞ്ഞാൽ പന്നിശല്യം വളരെ കൂടുതലാണ്. അത് കാരണം അടുത്ത വർഷം നമ്മൾ കൃഷി ഉപേക്ഷിക്കുക എന്നുള്ള ഇതിനെ കൊണ്ട് യാതൊരു ആദായവും കിട്ടുന്നില്ല. അങ്ങനെയാണ് ഉള്ളത്. ഇതിപ്പം കൃഷി നശിക്കുന്നില്ല, നിങ്ങൾ ജീവനും കൂടി ഭീഷണിയായി മാറിയിരിക്കുക. അതെ, നമുക്ക് രാവിലെ പിന്നെ വെള്ളം കോരാനോ വയലിൽ വരാനോ പറ്റാത്ത സാഹചര്യമാണുള്ളത്. ഇത് പരാതിയൊക്കെ കൊടുത്തില്ലേ നിങ്ങൾ? കൊടുത്തിട്ടുണ്ട്. ഒരു പരിഹാരം പഞ്ചായത്തിൽ നിന്ന് പന്നീനെ പിന്നെ വെടിവെക്കാൻ ആൾ വരാമെന്നെല്ലാം പറയുന്നുണ്ട്. ഇതുവരെ വന്നിട്ടില്ല. ഉണ്ട് ഉണ്ട് ഉണ്ട്. ഇതിൽ ആ നിലയുള്ള ആ കിഴങ്ങ് കംപ്ലീറ്റ് ആ കിഴങ്ങ് പോലത്തെ ഉള്ളത് അത് കംപ്ലീറ്റ് പന്നി നശിപ്പിച്ചതിന് ശേഷം നമ്മൾ പച്ചക്കറി നട്ടതാണ്. ഈ ബാക്കിയുള്ളത് അതാണ്. പിന്നെ നമ്മൾ കപ്പ വെച്ച് തേച്ചും കപ്പ തേച്ചും പോവുകയും ചെയ്ത് ഇതിനെ കൊണ്ട് ഒരു ഉപകാരമില്ല. വേലി കെട്ടി വെയിലും കൊണ്ട് ഇപ്പോഴത്തെ 1 മണി വരെയുള്ള വെയിലും കൊണ്ടിട്ട് കെട്ടിയതാണ്. പിന്നെ എല്ലാം നഷ്ടം തന്നെ. പിന്നെ സ്വന്തം എടുക്കുന്നെങ്കിൽ നമുക്ക് സാരമില്ല. മറ്റൊരാൾ കൂലി കൊടുത്തെടുത്തോണ്ട് മടുപ്പ് തോന്നി. ഇപ്പം നോക്കുമ്പോൾ തേച്ചും പോയി. ഇനി എന്ത് ചെയ്യാനാ? ഇപ്രാവശ്യം ഇങ്ങനെ തേച്ചും പോയത്. കഴിഞ്ഞ പ്രാവശ്യം എന്നാലും കുറച്ചെല്ലാം കിട്ടീന്. ഉള്ള തുണി ഉള്ളിടത്തുനിന്ന് തേച്ച് വാങ്ങിക്കെട്ടി ഉള്ള ബായൊക്കെ മുട്ട് വെച്ചിട്ടും കൂടി കൊണ്ടുവന്ന് കെട്ടി. നിങ്ങൾ കാണുന്നില്ലേ കെട്ടിയത്? ഇനി ആവില്ല. ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃഷിയിടും മടുത്തി. കാലിന് സുഖമില്ലാതെ ഞാൻ വന്നിട്ട് ഈല് വെള്ളം നനക്കുകയല്ല. ജീവൻ ഇതാ വടിയും കൊണ്ട് അതല്ല വയസ്സായിട്ട് പോകുമ്പോൾ ഒരു വടിയെടുത്ത് പോന്ന് ജീവനെ പേടിച്ചിട്ട് കഴിഞ്ഞ് നമ്മളെല്ലാം കുടുംബവും ബന്ധവും എല്ലാം ആയി വന്ന്. ഇനി അതുകൊണ്ടെന്ന് വെച്ചാൽ ഇതാ കുട്ടികളെയും കൂട്ടിയിട്ട് അങ്ങേ തലക്ക് തേച്ചുന്നായിരുന്നു. ഒരു പച്ചക്കറി അങ്ങ് ഇപ്രാവശ്യം നമ്മൾ പച്ചക്കറി നട്ടിട്ടില്ല. എന്തിനായി നട്ടിട്ട് എന്താ കാര്യമോ? ഒന്നും കിട്ടുന്നുമില്ല. ഇനി കൃഷി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭർത്താവിന് കൊടുത്തുകൂടാ. എല്ലാം കൂലി കൊടുത്തെടുപ്പിച്ചതാണ്. മറ്റോറ് തന്നെ കുറേശ്ശെ എടുക്കുന്നതുകൊണ്ട്
നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇപ്പോൾ ഒന്ന് നോക്കുമ്പോൾ കൂലി കൊടുത്തോണ്ട് ഒന്നും തികയുന്നില്ല. ഇനി എന്നാ വെച്ചാൽ ഇങ്ങനെയാകുമ്പോൾ ഇനി വെച്ചിട്ടെന്ത് പന്നിയുടെ ശല്യം കൊണ്ട് കൃഷി തന്നെ ഉപേക്ഷിക്കാൻ എല്ലാം ഉപേക്ഷിക്കുന്ന കൂട്ടത്തിൽ തന്നെയാണ്. വാഴയാണെങ്കിൽ എത്ര വാഴ പോയി, എല്ലാം നശിച്ചിന്. പിന്നെ പൊതുവെ ഞാൻ കാലിന് സുഖമില്ലാതെ എൻ്റെ അടുത്തോളം വരുന്നുണ്ട്. അതാ എനിക്ക് സങ്കടം തേച്ചു. ഇങ്ങനെയാക്കി ദിവസം വന്ന് കെട്ടുന്നു. ഈ സ്ഥലം തേച്ചു കെട്ടി ഇങ്ങനെ വന്ന് പൊന്തിച്ചിട്ടുണ്ട്, പിറ്റേന്ന് കെട്ടുന്നു. ഇന്നിപ്പം ഞാൻ 2-3 ദിവസമായി പോട്ടെ, ഇനി അതിനെ പറ്റി കയ്യല്ലാന്ന് വിചാരിക്കുന്നു. നശിച്ചില്ലേ, തണ്ട് കൊണ്ടുവന്ന് തന്നെ ഏടുന്ന് കൊണ്ടുവന്ന വള്ളിയായി വരുന്ന കടന്ന് എൻ്റെ മോൻ നടുവിന് കയ്യും കൊടുത്തിട്ടാ തണ്ട് ആകെ 20 തണ്ടേ എടുത്തിട്ടുള്ളൂ. അത്ര കഷ്ടപ്പെട്ടിട്ട് പകൽ സമയങ്ങളിലും ഉണ്ടാകും. പകൽ നമ്മൾ ഇതുവരെ കണ്ടില്ല. പകലിൻ്റെ പിന്നെ ഇങ്ങോട്ട് വരത്തില്ലല്ലോ. രാത്രി സമയത്താണ് ഇതിൻ്റെ ശല്യം. പുഴയെല്ലാം വെച്ച് ഓല വെച്ച് അടച്ച്, എന്നിട്ടും ഒരു രക്ഷയില്ല. ഇനി പരിഹാരം കാണണല്ലേ ഇതൊരു എന്തെങ്കിലും കാണണം. എന്നാ പഞ്ചായത്ത് നമുക്ക് ഗവൺമെൻറ് എന്തെങ്കിലും തന്നാൽ ഈ നഷ്ടപരിഹാരത്തിന് സങ്കടം തോന്നില്ല. അത്രയേ ഉള്ളൂ അറിയാം. നമുക്കിപ്പം വേറെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. എന്തെങ്കിലും ചെയ്യണ്ടിക്കൽ നമ്മൾ ഈ നഷ്ടപ്പെട്ട എത്ര ഉറുപ്പ്യ ഇട്ടിട്ടാണ് ഇപ്പം ഇങ്ങനെയായ ആളും വെച്ചതിൻ്റെ പിറ്റേന്ന് വെള്ളം അടിച്ച് എന്നരാ ഈ പണി ചെയ്ത്. അതാ അങ്ങത്തലങ്ങൾ കാണാം. തേച്ചും പോയി. അതിൻ്റെ ആളുകൂടെ ഉണ്ട്, കാണുന്നുണ്ട് മുട്ടുമുറി. നമ്മളെ കൃഷി ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഏക്കർ കണക്കിന് വാഴ സ്ഥലമുണ്ട്. ഒരു പിന്നെ 400-500ഓളം വാഴ സ്ഥലത്ത് കപ്പ കൃഷി ചെയ്തിട്ട് നോക്കുന്നേരം മുഴുവനും ഒരു മെരട് പോലും ബാക്കിയില്ലാത്ത വിധത്തിൽ കംപ്ലീറ്റ് നശിപ്പിച്ചിട്ടാണ് ഉള്ളത്. ദിവസങ്ങളായിട്ട് എല്ലാ ദിവസങ്ങളിലും വന്ന് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് അവസ്ഥ ഉള്ളത്. പിന്നെ വാഴേൻ്റെ കാര്യവും അതേപോലെ തന്നെയാണ്. ഓരോരോ ദിവസം 2, 3, 4 എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വാഴ കൃഷിയും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ. അതെ, ജീവിതത്തിന് തന്നെ, ജീവനും ജീവിതത്തിനും എല്ലാത്തിനും ഭീഷണിയായിട്ടാണ് ഇപ്പോൾ ഉള്ളത്. അതെ, പരാതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പിന്നെ ഗ്രാമസഭയിൽ ഇവർ ആരല്ലോ കുറേ ആൾക്കാർ അവതരിപ്പിച്ചെന്ന് പറഞ്ഞ് പിന്നെ അവർ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കേട്ടുപോയി എന്നല്ലാണ്ട് ഇതുവരെ ആയിട്ടൊന്നും ഒരു നടപടി എടുത്തതായിട്ട് കാണുന്നില്ല. ഇവിടെ മാത്രമല്ല, പുറത്തും ഇപ്പൊ ആനയുടെ ആക്രമണം, അതെ, അതെ, ആക്രമണത്തിലൊക്കെ അതെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം പിന്നെ അധികൃത ഭാഗത്തുനിന്ന് എന്തായാലും ഉണ്ടാവണം. മറ്റല്ലാണ്ട് നമുക്കൊന്നും രക്ഷയില്ല. ഇതിപ്പോൾ ഇവരെ കൂടെ ഞാനും കൂടി ഉള്ളതുകൊണ്ടാണ് 2 ആൾ ചേർന്നിട്ടില്ലാണ്ട് ഒറ്റക്ക് കൂടിയൊന്നും വരാനും പോകാനും ഒന്നും കഴിയുന്നില്ല അവസ്ഥയാണുള്ളത്. കൃഷി എന്ന് പറയുന്നത് ഇവിടെ ഇപ്പോൾ 100 വാഴേണ്ട സ്ഥലത്ത് ഈ കപ്പ മാത്രവും 50 മാത്രവും നടത്തിയിട്ടുണ്ട്. അതിൽ ഒരു മെരട് പോലും അവിടെ ബാക്കി വെച്ചിട്ടില്ല. എല്ലാം കംപ്ലീറ്റ് നശിപ്പിച്ചിന്. അതിങ്ങനെയാ അങ്ങ് തുണി കെട്ടിയിടുന്നു, ഇങ്ങനെ എടുത്തോളൂ, മേലെ പോകുള്ളൂ. അത് 100 വായ സ്ഥലമാണ്. 100 വായ സ്ഥലം എന്ന് പറയാൻ 10 സെൻറ്റ്. 10 സെൻറ്റ് സ്ഥലത്ത് കൃഷി നശിച്ചിന്. അങ്ങനെ ഇതിങ്ങനെ ഓരോരാളതും 1, 2, 3, 4, 5 5ആളെ 5ആളെ സ്ഥലം ഈ നശിച്ചിട്ടുണ്ട്. ഒരു വയലിൽ വരാനും ഈ പന്നികളുടെ ഇതുകൊണ്ട് ഒരു പേടി തന്നെയല്ലേ? പിന്നെ അതുണ്ടാവില്ലേ, അത് കാരണം എന്ന് പറഞ്ഞാൽ ആടെ ഇപ്പം രാവിലെ വഴക്ക് വെള്ളടിക്കാൻ പോയിരുന്നില്ലേ മരണപ്പെട്ടിട്ട് പറിക്കാൻ കൊണ്ടുപോകുന്നു. അപ്പോൾ അത് മരണം തന്നെയല്ലേ. പിന്നെ വന്ന് എല്ലാം കൂടി കുത്തി പൊട്ടിച്ചിട്ട് ഒരു 10-15 വാഴ ഒരാളതായിട്ട് നശിച്ചിട്ടുണ്ട്. മൊത്തത്തിലുള്ളതല്ല പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് കണ്ടമാനം നാശനഷ്ടം എന്ന് പറയുക. കപ്പേൻ്റെ അകത്തും പോയിന്, വാഴേൻ്റെ അകത്തും നോക്കാന്ന്. അതെ, അങ്ങനെ മൊത്തത്തിൽ എല്ലാവർക്കും ഉണ്ട്. ഈ മേഖലയിൽ മൊത്തമായിട്ട് എല്ലാവർക്കും കൃഷി നാശം തന്നെയാണ്. ആർക്കും ഒന്നും കിട്ടുന്നില്ല. കൃഷിയോട് മടുപ്പ് വന്നുപോയി. കൃഷി ചെയ്യുന്നില്ല എന്ന് ഓരോ കർഷകർ പറയുന്നുണ്ടെങ്കിൽ നമ്മൾ കൃഷി നിർത്തുന്ന. അല്ല, അങ്ങനെയാണ്. ഇതാ നിങ്ങൾ കാണുന്നില്ലേ, ആടെ നിന്ന് ഇങ്ങോട്ട് 100 വാഴൻ്റെ സ്ഥലത്ത് 6 ആണുങ്ങൾ എടുക്കുന്ന പണിയാണ്. 4-5 പെണ്ണുങ്ങൾ ഇത് ബയക്കുകയും ചെയ്യും. ഇങ്ങനത്തെ ബയക്ക് കുതിര കൂട്ടി എന്നിട്ട് തണ്ട് വെച്ച് വളം വെച്ച് വെള്ളമടിച്ചതിന് ശേഷമാണ് ഇതെല്ലാം പോയി പോകുന്നത്, വളവും വെച്ചിട്ട്. അപ്പം പിന്നെ ഇതാരായി തന്നെ മെനക്കാടുക. അതെ, ഇതിന് നിങ്ങൾ എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കി തന്നു കഴിഞ്ഞാൽ അടുത്ത കൊല്ലവും നമുക്ക് ഈ ചിലപ്പോൾ വെക്കാൻ ഒരു മനസ്സുണ്ടാവും. അല്ല, ഇതുപോലെയൊന്നും നടക്കില്ലല്ലോ. നമ്മളിങ്ങനെ എത്ര ആളെ കൊടുത്ത് കൂലി കൊടുത്തിട്ട് പിന്നെ ഇത് ചെയ്തിട്ട് നമുക്കൊന്നും വയ്യ കിട്ടുന്നില്ല. പിന്നെ പോക്കില്ല, ഇത് ഭാരം കൊടുക്കണ്ടേ. ഒരു 100 വാഴ സ്ഥലത്തിന് വലിയൊരു പൈസ ഭാരം കൊടുക്കണം. ഇത് അതിൻ്റെ അകത്ത് കപ്പയുണ്ടായി, ഇതിൽ അതിൻ്റെ അകത്ത് കിട്ടിയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. ഇതിപ്പോൾ പോയില്ലേ, ഇതിപ്പോൾ എന്ത് ചെയ്യാനാ? ആ, അത് അതിൻ്റെ അകത്ത് ആളുകൾ നോക്കിയില്ലേ.
ഒരുപാട് നാശനഷ്ടം ഉണ്ടായില്ല. ഈ വർഷം ഇത്രയും കൂടുതലല്ല. ആ ഇക്കൊല്ലം കുറേ അല്ലേ ഇക്കൊല്ലം കുറേ മറ്റിങ്ങനെ ഉണ്ടാവും എന്നല്ലാതെ ഒന്ന് വന്ന് 2-3 പേരുടെ കഴിച്ചിട്ട് പോയി. ഇപ്പം എല്ലാതും വരുത്താം. കൃഷി നശിപ്പിക്കാൻ മാത്രമല്ല ഇപ്പൊ ഒറ്റക്ക് വരാനും അല്ല അതിപ്പോൾ ഇനിയിപ്പോൾ മെന്നാന്ന് പോലെ അതും പോയി. മെന്നാന്ന് പോലെ അതും പോയല്ലോ. എന്തോ നമ്മളെ ഒന്നിച്ച് പഠിച്ച അങ്ങയ്യ ഒരു ക്ലാസ് പഠിച്ച് എന്തെങ്കിലും സർക്കാർ ഒരു പരിഹാരം എന്നിട്ടുണ്ടേ വാങ്ങും. അത്ര നമ്മളിപ്പോൾ എന്താ പറയുന്ന ഇതല്ല ഈ പന്നിശല്യത്തിനൊരു ശാശ്വത പരിഹാരം അവർ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതെല്ലാം ഒരു സമാധാനമല്ലേ നമുക്ക് മര്യാദ എല്ലാം. പിന്നെ ഇപ്പോൾ രാവിലെ വയലിൽ കഴിഞ്ഞൂടാ അങ്ങനത്തെ സ്ഥിതിയല്ലേ ഇപ്പോൾ ഉള്ളു. ഇപ്പം നിങ്ങളിപ്പോൾ ആടെ നോക്കിയില്ലേ, അത് 6 ആണുങ്ങളെ കൂലിയാ വേലി കെട്ടുക. അതിൻ്റെ പായിൻ്റെ പൈസ വേറെ. അപ്പോൾ അത് രണ്ടും കൂടിയാൽ വലിയൊരു പൈസ. അപ്പോൾ ആ പൈസക്കൊന്നും കേൾവ് ഉണ്ടാവില്ല. അപ്പോൾ അത് തേച്ചും പോയി, ആ കണ്ടം തേച്ചും പോയി. അങ്ങനെയുള്ള സ്ഥിതിയുള്ളു. ഇനി മറ്റേ കമ്പി വേലിയില്ലാതെ വേറെ ഒന്നും നടക്കില്ല. കമ്പി വേലിയും കെട്ടിയ മറ്റൊത്ര കാലത്ത് ഇങ്ങനെ കമ്പി വേലി കെട്ടിയാൽ അവർക്ക് വിഷമമുണ്ട്. അത് പിന്നെ പാടല്ലേ. നമ്മൾ കൃഷിയെല്ലാം നശിച്ചിട്ടേ ഉള്ളത്. ഇപ്പം ഒന്നുമില്ല, മരച്ചീനി വാഴയെല്ലാം പോയിന്. വയലിന് ഇറങ്ങുമ്പോൾ ഒരു പേടി പോലെ ഉണ്ട്. ഒറ്റക്ക് വരാനും പറ്റുന്നില്ല, ഭയങ്കര വിഷമം. ഒറ്റക്കൻ രാവിലെ വരുമ്പോൾ ഈ വർഷം ആരും ഇല്ല, മരച്ചീനിയെല്ലാം ആരും ഇല്ല, എല്ലാവരും പോയിന്. ഈ ജോലിനെ കൊണ്ട് നമ്മൾ കൃഷിയുടെ ഇതായിട്ടാണ് നശിക്കുന്നത്. വേറെ ഒന്നും ഇതില്ല, ഒരു വരുമാനം ഒന്നുമില്ല. കൃഷിനെ കൊണ്ട് ജീവിക്കുന്നത് എല്ലാവരും. ഈ വയലിങ്ങനെ നിങ്ങൾ കാണുന്നില്ല, വേറെ ഒന്നുമില്ല. കൃഷിൻ്റെ ഇതിനെ കൊണ്ട് മരച്ചീനി വാഴയും പച്ചക്കറി എല്ലാം ആയിട്ട്. മരച്ചീനി ഇതിപ്പം പച്ചക്കറിയിൽ ഇപ്പം ആക്കിയതാ. പച്ചക്കറി വേറെ എല്ലാം വെള്ളരിയെല്ലാം ഇത് തിന്നിട്ട് പോക്കിന്. കുറേ വെള്ളരിയെല്ലാം പോയി. മരച്ചീനി വാഴ ഇങ്ങനെ ഇതായിന്. വാഴയെല്ലാം പോയങ്ങൾ കാണുന്നില്ലേ. ഇപ്പം പിന്നെ വയൽ വരുമ്പം തന്നെ പേടിയാന്ന് ഇങ്ങനെ ആയതുകൊണ്ട് ഓരോരുത്തർ വരുന്നുള്ളൂ. അതിനെപ്പറ്റി അന്വേഷിക്കാൻ അതാ വരുന്നത്. അതിന് മുമ്പേലുള്ള എത്രയോ കൊല്ലങ്ങളായി ഇവിടുന്ന് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെപ്പറ്റി ആരും ഒന്നും വന്നിട്ടുമില്ല, പോയിട്ടുമില്ല. വന്നാലും നടപടി ആവുന്നില്ല. നഷ്ടം തന്നെയാണ്. കൂടുതൽ വെച്ചാൽ വനമേഖലയിലൊന്നും തിന്നാനില്ല. അതുകൊണ്ടാണ് നാട്ടിലിറങ്ങുന്നത്. ഇവിടെ ഇപ്പോൾ കൃഷി ഉണ്ടാവുമല്ലോ, വെള്ളം ഇവിടെ ഉണ്ട്. അതുകൊണ്ട് കൃഷി ഇത് കണ്ടോ, ഇതൊക്കെ നശിച്ചതല്ലേ. ഇതിങ്ങനെ തിന്നോണ്ടിരിക്കും. അതുകൊണ്ട് വേലി കെട്ടുന്നില്ല. വേലി കെട്ടിയിട്ട് നഷ്ടമേ ഉള്ളൂ. അതാണ് ജനങ്ങളുടെ ബുദ്ധിമുട്ട് ബാധിക്കലാണ്. ഇത് ഫുള്ളായിട്ട് കൊടുക്കുമെന്ന് പറയുന്നില്ലേ ഉള്ളൂ. ഫുള്ളായിട്ട് കിട്ടിയാളുണ്ട് ആരെങ്കിലും? അതും ഇല്ല. കുറച്ചേ കൊടുക്കൂ ആദ്യം, പിന്നെ കൊടുക്കോ ഇല്ലയോ വാങ്ങോ ഇല്ലയോ എന്ന് നമ്മൾ അറിയുന്നില്ലല്ലോ. അതാണ് ഇവിടെ വാഗ്ദാനം മാത്രമേ ഉള്ളൂ. പരിഹാരം കാണണ്ടേ. അത് സർക്കാർ കാണണോ, ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ കാണണോ? ആരും ഒന്നും കാണുന്നില്ല. എല്ലാവരും നഷ്ടപ്പെട്ടു. ഇത് നമ്മളെ കണ്ടത് തന്നെയാണ്. ഇതെല്ലാം നമ്മൾ തന്നെയാണ് കൃഷി. ആദ്യം പണ്ട് ഇവിടെ നെല്ലിൻ്റെ കൃഷിയൊക്കെ നടന്നതാ. ഇപ്പം അതെല്ലാം ക്യാൻസലായി. ഇപ്പം കേങ്ങുന്ന ഇത് വായും കേങ്ങൊക്കെ നടുകയെന്ന് ഇപ്പം വെള്ളരിയും പച്ചക്കറി ആക്കി. മടുപ്പായി കൊണ്ടാണ് ജീവിക്കുന്നത്. അതിനെക്കൊണ്ട് പന്നി ദിവസം വന്ന് കുത്തി പോവുക, ഒടിച്ചു പോവുക, ഈ മുട്ടിട്ട പായെല്ലാം കുത്തി നിരത്തി കളിയുക. ഇതും കൂടി പോയാൽ പിന്നെ നമ്മൾ എന്തിനാണ് ജീവിക്കുന്നത്? ഞാനെന്തിനാ, വേറെ ജോലിയൊന്നുമില്ല. തോന വന്നിട്ടുണ്ട്. തോനെന്ന് പറഞ്ഞാൽ 100-200 വയൻ്റെ 150 പോയി. അങ്ങനെയുള്ളത്. ഇനി എന്ത് ചെയ്യാനാ? ഇപ്പോൾ ഭയങ്കര പേടിയായിപ്പോൾ. ഇപ്പം ശരിക്ക് ഒരു 11 മണിയായി കഴിഞ്ഞാൽ പോവും. പേടിയാണ്. ഇപ്പം അതിൻ്റെ ഉള്ളിൽ നിന്നല്ല എന്തെങ്കിലും പായുന്നുണ്ടെങ്കിൽ അപ്പാടെ നമ്മൾ പേടിച്ച് പാഞ്ഞു കൊടുക്കുന്നു. അങ്ങനെയുള്ള സ്ഥിതി അങ്ങനെയുള്ളത്. ഒരു പരിഹാരം കണ്ടിട്ടുണ്ടെങ്കിൽ നല്ലതേനു. സർക്കാർ എന്തെങ്കിലും തരിക. കൊല്ലം കൂടുതലാണ്. നമ്മളപ്പുറമുള്ള കപ്പയെല്ലാം കംപ്ലീറ്റ് പൊരിച്ച് പുഴനേരപ്പുറം വാഴ ഇന്നലെ വരെ പോക്കിന്. ഇത് പിന്നെ ഇപ്പോൾ ഇക്കൊല്ലം കൂടുതലായിട്ടുണ്ട്. സാരി കെട്ടിയിട്ട് നമ്മൾ വാഴേൻ്റെ മുട്ടെല്ലാം മുറിച്ച് കെട്ടിയാലും പിറ്റേന്ന് എല്ലാം കയറി കഴിഞ്ഞാൽ അത് അങ്ങനെ കംപ്ലീറ്റ് പണിയാക്കിയിട്ട് പോവുക. പേടിയെന്ന് വെച്ചാൽ രാവിലെ ഇപ്പോൾ ആരും പോകുന്നില്ല. ഉച്ച വേല് തന്നാൽ എല്ലാവരും ചെയ്യുക. ഇപ്പം രാവിലെ കുട്ടികൾ 2 കുട്ടികളുണ്ട്, ഒരു അച്ചി അവിടെ തന്നെ ഉണ്ട്. താമസം വെയിൽ തന്നെ താമസം. ഇതുവരെ ഇങ്ങനെ ഒരു സംഭവം ഇല്ല ഇവിടെ. ജനങ്ങൾ അക്രമം ഉണ്ടായിട്ടില്ല. ഇതാദ്യമായിട്ടാണ്. ഫുള്ളൊരു കാലത്തിൽ കേങ്ങൊരു 10-15 വേണ്ടി വെച്ച് ബാക്കി തേച്ച് നമ്മൾ ഒരിച്ച്. ഇങ്ങനെയൊന്നും ഇത് തന്നെയാണ് പണി. നമ്മളല്ലെങ്കിൽ ഈ മറ കെട്ടീന്, എന്നിട്ട് എന്താ അതിലും എല്ലാം പൊരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ കടന്ന് ഇങ്ങനെ വേലി കടന്നുള്ളിട്ടാന്ന് പോലെ. പക്ഷേ പന്നി ഇപ്പം വെള്ളമടിക്കുക, ഇതാ വായ്ക്ക് വെള്ളമടിക്കാൻ വന്നാ ശരിയായി. ഞാനെപ്പോൾ ഇതിലൊറ്റക്കണ്ട, എൻ്റെ ഭർത്താവ് പണിക്ക് പോകുന്നതാണ്. ഇതിലിന്നിങ്ങനെ പേടിച്ചു കൊണ്ടാണ് വെള്ളം അടിക്കുന്നത്. പിന്നെ 4-5 പോരാ, ഒരു 6-7 വർഷമായിട്ട്
ഇവിടെ നിരന്തരം വെയിൽ വന്നിട്ട് നമ്മളെ വല്ലാതെ നഷ്ടപ്പെടുത്തി കഴിഞ്ഞു. കൊല്ലത്തിൽ ഒരു നമുക്കൊരു 1 ലക്ഷം ഉറുപ്പ്യേൻ്റെ നഷ്ടം ഈ വയലിൽ ഉണ്ടാക്കുന്നുണ്ട്. ബായിയായിട്ടും മരക്കങ്ങായിട്ടും മറ്റ് സാധനങ്ങളായിട്ട്. പിന്നെ എനിക്ക് ചെറുവഞ്ചേരിയിലുള്ള സ്ഥലമുണ്ട്. അവിടെയെല്ലാം ഇങ്ങനെ പന്നീൻ്റെ ഭയങ്കര ശല്യം. ഇവിടെ എന്ന് പറഞ്ഞാൽ നിരന്തരം വേലി കെട്ടിയിട്ടൊന്നും യാതൊരു രക്ഷയില്ല. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ വയലിൽ ഈ പന്തൽ കെട്ടിയിട്ട് നമ്മൾ ഒളി കെട്ടുക എന്നാ പറയുക. ഒളി കെട്ടിയിട്ട് ഇങ്ങനെ താമസമാക്കി ഒരു നായും ഒരു ടിന്നും ഇതെല്ലാം ആക്കിയിട്ട് ഇങ്ങനെ വയലിൽ കാവലിരുന്നു. ആ കാവലിരുന്ന അവസരത്തിൽ പന്നി വന്ന് 2 പന്നി വന്ന് ഈ നായ് കൂടിയതിന് ശേഷം ഞാൻ അറിഞ്ഞ് ടോർച്ച് എടുത്ത് വയലിൽ ഇറങ്ങി. ഇത് ഈ മുഖം താത്തിയിട്ടാണ് ഉണ്ടാകുക. മുഖം നേരെ നിൽക്കില്ല ബാക്കിയുള്ള മൃഗങ്ങളെ പോലെ. അപ്പോൾ ഇത് ടോർച്ച് അടിച്ചാൽ ഇതിൻ്റെ കണ്ണ് കിട്ടൂല നമുക്ക്. രാത്രി ഇതിൻ്റെ കണ്ണ് കിട്ടണം നമുക്ക് ഇതിനെ മനസ്സിലാകണ്ടിക്കൽ. അപ്പോൾ ടോർച്ച് ഇങ്ങനെ ചുഴത്തി അടിക്കണം. ചുഴത്തി അടിച്ചാലേ നമുക്ക് ഇതിനെ കാണാൻ പറ്റും. അങ്ങനെ ടോർച്ച് ഇങ്ങനെ ചുഴത്തി അടിക്കുമ്പോൾ ഇങ്ങനെയുള്ളത് ഇങ്ങനെ നീർന്ന് നോക്കും. നേരത്തെ നമുക്ക് ചെറിയ കണ്ണ് കാണാം. അങ്ങനെ ഞാൻ ഇറങ്ങി വയലിലേക്ക് ചെന്ന് അപ്പോൾ അവിടെ 2 അന്നക്കൊള്ള തിരിഞ്ഞു നിന്നു. എൻ്റെ തായൊന്നുമില്ല. അപ്പം ഒരു ചെമ്പുണ്ടേനും വയക്കെല്ലാം ചാണകം കളിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാച്ചതാണ്. അപ്പം ഞാൻ തിരിഞ്ഞു മറിഞ്ഞ് നോക്കുമ്പോൾ ഇതാ കണ്ട് അവിടെ ആടുന്നൊരു മുട്ട് എടുത്ത് ഈ ചെമ്പിന് 3-4 അടി. രാത്രി 1 മണിക്കാണ്. ഈ പന്നി ആക്രമിച്ചാൽ ആരും രക്ഷപ്പെടുത്തിയിട്ടൊന്നുമില്ല. പിന്നെ ഈ അടി 2-3 അടി മുട്ടു ഉച്ചയുണ്ടാക്കിയതിനൊക്കെ ഞാൻ പാട് ഓടിക്കളഞ്ഞു. ജീവനെടുത്ത് അന്ന് എൻ്റെ ജീവനെടുക്കുന്ന പക്ഷേ എൻ്റെ ഭാഗ്യം കൊണ്ടാ. ഏത് ജാതി എപ്പം പരിഹാരം കാണുക എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റോട് ഇങ്ങനെ നിരന്തരം പറയുക എന്നല്ലാതെ ഇതിൻ്റെ പരിഹാരമൊന്നുമില്ലല്ലോ. ഇങ്ങനെ വെടിവെക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇവിടെ നമുക്ക് ഗവൺമെൻറ് ഒരു തോക്ക് തന്നാൽ മതി. തോക്ക് വിലക്ക് വാങ്ങാന്ന് പറഞ്ഞാൽ നമുക്ക് സാധിക്കുന്ന കാര്യമല്ല. വലിയ പൈസയുണ്ട്, അതിൻ്റെ തിരക്കും എല്ലാം ചിലവുണ്ട്. പക്ഷേ ഒരു 4-5 ആൾക്ക് കൂടിയിട്ട് തോക്കെങ്കിലും അനുവദിച്ചാൽ ഇങ്ങനെ വെടിവെക്കാൻ വേണ്ടിയിട്ട് നല്ലതായിരിക്കും. ജനവാസ മേഖലയിൽ വന്യജീവികൾ ഉണ്ടാക്കുന്ന നാശനഷ്ടങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണണമെന്നാണ് പൊതുജനങ്ങളുടെ അഭിപ്രായം. ഇനിയൊരു ജീവൻ നഷ്ടപ്പെടുന്നത് കാത്തുനിൽക്കാതെ ഇതിനൊരു പരിഹാരം കാണണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. അധികൃതർ ഉടനടി ഈ വിഷയത്തിൽ ഒരു നടപടിയെടുക്കുമെന്നാണ് ജനങ്ങളുടെ പ്രതീക്ഷ.